കാഞ്ഞങ്ങാട് നഗരസഭയിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച ശ്രീകൃഷ്ണ മന്ദിരം റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ റോഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിന്റെ വിസ്മയവുമായി മഹാലാഭമേളയ്ക്ക് ഉപ്പളയിൽ തുടക്കമായി. മഹാലാഭമേള ബസ് സ്റ്റാൻഡിന് സമീപം ഉപ്പള. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 95 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കാഞ്ഞങ്ങാട് നഗരസഭ ശ്രീകൃഷ്ണ മന്ദിരം റോഡ് നവീകരിച്ചത്. ഇതിന്റെ ഭാഗമായി കോൺക്രീറ്റിംഗ്, കൾവർട്ട് നിർമ്മാണം, ഡ്രൈനേജ്, ഇന്റർലോക്ക് പാകൽ തുടങ്ങിയ പ്രവൃത്തികളെല്ലാം നടത്തി. ഇങ്ങനെ അനിവാര്യവും അനുബന്ധവുമായ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ചാണ് റോഡ് ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ പുതുക്കിയ റോഡ് നാടിനായി സമർപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഒരു പ്രധാന റോഡ് അതിനെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഭരണസമിതിയുടെ ലക്ഷ്യം. നഗരത്തിലെ ഗതാഗത കുരുക്കുണ്ടാവുമ്പോൾ പലപ്പോഴും എല്ലാ വാഹനങ്ങളും ആശ്രയിക്കുന്ന ഒരു റോഡാണിത്. അത് ഏറ്റവും മനോഹരമാക്കി ഏറ്റവും വീതി കൂടിയ രൂപത്തിലേക്ക് കോൺക്രീറ്റ് റോഡാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. 35 ലക്ഷം രൂപ ചെലവിൽ ഏകദേശം നല്ല സംവിധാനത്തോടു കൂടിയിട്ടുള്ള ഡ്രെയിനേജ്, അതുപോലെ തന്നെ 60 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കോൺക്രീറ്റും ഇന്റർലോക്കും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക്, കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ നേരിട്ട് ഇവിടെ നിന്ന് എത്തുന്ന രൂപത്തിലേക്ക് ഒരു ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് ഈ റോഡ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ K ലത, K അനീശൻ, K പ്രഭാവതി, KV സരസ്വതി, കൌൺസിലർമാരായ കുസുമ ഹെഗ്ഡെ, പള്ളി K രാധാകൃഷ്ണൻ, P മോഹനൻ, AK ലക്ഷ്മി, TV സുജിത് കുമാർ, K ഇന്ദിര, രവീന്ദ്രൻ പുതുക്കൈ എന്നിവർ സംസാരിച്ചു. വാർഡ് കൌൺസിലർ N അശോക് കുമാർ സ്വാഗതം പറഞ്ഞു. പ്രദേശവാസികൾക്ക് പുറമെ പൊതുപ്രവർത്തകരും വ്യാപാരികളുമെല്ലാം ചടങ്ങിൽ സംബന്ധിച്ചു. ഗതാഗത തടസ്സങ്ങൾ നേരിടാതെ വളരെ വേഗത്തിലും എളുപ്പത്തിലും കാഞ്ഞങ്ങാട് പട്ടണത്തിലേക്കും അതുപോലെ തന്നെ പുതിയ കോട്ടയിലേക്കും എത്തിച്ചേരാനായി അനേകം ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ് ശ്രീകൃഷ്ണ മന്ദിരം റോഡ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.